എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങുമ്പോഴത്തേക്കും ചേട്ടത്തേരും അനിയത്തേരും മേക്കപ്പ് ഇട്ട് വന്നോളും. അപ്പത്തേക്ക് ഇത് ഇവള് വന്നു. ഞാനാ മെയിൻ, ഇവരെടുത്തത് മതി എന്നെ എടുക്കാന്ന് പറഞ്ഞിട്ട്. ചാച്ചന്റെ ആന്റിയുടെയും കെട്ടുറച്ചിട്ട് 30 വർഷമായി. അതിന്റെ സെലിബ്രേഷൻ വന്നതാ ഞാൻ. ഈ സുന്ദരമായ ചിരിയോടുകൂടി വരണാണ് എന്റെ ആന്റി. അപ്പൊ എന്റെ താഴെയുള്ള പെങ്ങള് ഇന്നത്തെ ബ്രൈഡും. ഇതാണ് മൂപ്പരുടെ കെട്ടിയോൻ എന്റെ ചാച്ചൻ, ഇന്നത്തെ ഗ്രൂം. എന്തോ നോക്കിയിരിക്കുന്നുണ്ട്. ഇവരൊക്കെ കോഴിക്കോട് നിന്ന് വണ്ടി പിടിച്ച് വെഡിങ് ആനിവേഴ്സറിക്ക് വന്നതാ. പക്ഷെ മെയിൻ കാരണം അതൊന്നല്ല, എന്നെ കാണാൻ തൊട്ടുമ്പോഴത്താനും വന്നോരട്ട പകുതിയും വെറുതെ. പിന്നെ ഇവിടുന്ന് വന്നോരും നിന്നോരും ഇരുന്നോരും പോണോരൊക്കെ പാട്ട് പാടലായിരുന്നു. എനിക്കെന്നെ സംശയം, ഇത് വെഡിങ് ആനിവേഴ്സറി ആണോ അതോ ഗാനമേളയാണോ എന്ന്. കൂട്ടത്തിലൊരു തമിഴ് പാട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ പാട്ട് അതിമനോഹരം. പിന്നെ എല്ലാവരും കേക്കിന്റെ മെക്കട്ടേക്കായി. 2 നില കേക്കിന് അറഞ്ചും പറഞ്ചും വെട്ടിമുറിച്ചിട്ട് അവരൊക്കെ മാറി മാറി കഴിക്കുക. അപ്പോഴാണ് നമ്മളോട് സ്നേഹമുള്ള കൊച്ചു നമുക്ക് മിഠായി കൊടുക്കുന്നത്. പിന്നെ മനസ്സിലായ സ്നേഹം കൊണ്ടല്ല വീഡിയോയിൽ മീനോ വന്നതാണ്. ഈ ചേട്ടന്റെ പീപ്പിയൂത്തും അതിമനോഹരായിരുന്നു കേട്ടോ. ഹേയ് ചെക്കൻ കട്ട കലിപ്പില്ലല്ലോ, എന്താ പറ്റിയണോ? ആഹാ ഇവനെന്താ കാര്യമായിട്ട് തടഞ്ഞില്ലല്ലോ. അതിന് കോൾ അടിച്ചു. പിന്നെ നമ്മുടെ ലിനിച്ചേച്ചിയുടെ കൊച്ചിനോട് ഒരു കഷ്ണം കേക്ക് വെച്ചപ്പോ തിരിഞ്ഞോക്കണ്ട പോയിന്നുള്ളതോ. അപ്പത്തേക്കും ദേവദൂതന്റെ കൈകളായിട്ട് എന്റെ വല്യാന്റി വന്നിട്ടേക്ക് കേൾക്കാൻ തന്നു. പിന്നെ എന്നെ കാണാനും ദമ്പതികൾക്ക് ആശംസ അറിയിക്കാനായിട്ട് വടക്കാഞ്ചേരി MLA ബഹുമാനപ്പെട്ട സേവർ ചിത്രപിള്ളി അവറുകളും വന്നിട്ടുണ്ടായിരുന്നു. കൊള്ളാം. ഏത് പാട്ടേ. പിന്നെ വിശന്നിരിക്കുന്ന കുഞ്ഞിനെ ഒന്നുമില്ലാതെ കാലി പേപ്പർ കൊണ്ട് കൊടുത്ത് പറ്റിക്കുന്ന അതിന്റെ തള്ള. ഇങ്ങനത്തെ ഗിഫ്റ്റുകളൊക്കെ ഇവരുടെ മൂത്ത പുത്രി ഉണ്ടാക്കിയതാട്ട. ചാനലിന്റെ പേര് ആർട്ടിഷൻ ഔറയാ, അരിഷ്ടത്തിന്റെ അറിയാം, അങ്ങനെ എന്തോ ആണ്. ഫസ്റ്റ് കമന്റിൽ വിൻ ചെയ്യാം. അപ്പോഴാണ് ആ വീഡിയോ വന്നത്. നീ വീഡിയോ എടുത്ത് മതി, ഇനി ഐസ്ക്രീം സ്കൂപ്പ് ചെയ്ത് മെയിൻ ആയിക്കൊന്ന് നമ്മൾ ഏത് കൊട്ടേഷൻ എടുക്കും അതെടുത്തു. അപ്പോഴാണ് അമ്മ പറഞ്ഞ ഓർമ്മ വന്നത്, എന്ത് സാധനം വിളമ്പണേക്ക് മുന്നേ ഉപ്പ് നോക്കണമെന്ന്. അപ്പൊ ഞാൻ ഉപ്പ് നോക്കിക്കൊണ്ടിരിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് കഴുകി ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ വാരി നിന്നിട്ട് ആൾക്കാരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോന്നു. അപ്പൊ ബൈ.